നമസ്കാരം. നമ്മുടെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മാർഗശീർഷം എന്നറിയപ്പെടുന്ന മകീരം നക്ഷത്രത്തിൻ്റെ സാമാന്യ ഫലങ്ങളാണ് ഇന്നിവിടെ പറയുന്നത്. നക്ഷത്രദേവത ചന്ദ്രനും രാശിനാഥൻ ചൊവ്വയുമാണ്. ഈ നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം മകീരക്കാർക്ക് കാണാവുന്നതാണ്. പൊതുവെ സമർത്ഥരും ഉത്സാഹശീലരും നല്ല ചിന്താഗതിയും സന്മനോഭാവമുള്ള ആൾക്കാരായിരിക്കും മകീരം നക്ഷത്രക്കാർ. ക്രമപ്പടിയായിട്ട് ക്രമത്തോടുകൂടി തന്നെ ജീവിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്ന സ്വഭാവക്കാരാണിവർ. ബാല്യകാലത്തിൽ പൊതുവെ ദുരിതങ്ങളും വിഷമതകളും ഒക്കെ അനുഭവിക്കുന്നതാണ് തന്നെയും പിന്നീട് അങ്ങോട്ടേക്ക് പലവിധ വിജയങ്ങളും സ്വപ്രയത്നം കൊണ്ട് നേടിയെടുക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. കുടുംബസ്നേഹികളായിരിക്കും. കുടുംബത്തോട് എല്ലാ ആൾക്കാർക്കും താല്പര്യവും എല്ലാ ആൾക്കാരും കൂടെ നിർത്തിക്കൊണ്ടുപോകുന്ന സ്വഭാവക്കാരുമാണ് ഇവർ. മാനസികപരമായിരിക്കുന്ന എല്ലാ സദ്ഫലങ്ങളും മറ്റുള്ളവർ കൂടി ഉപകാരപ്പെടണമെന്നുള്ള ചിന്താഗതിയാണെങ്കിൽ തന്നെയും ചില ആൾക്കാർ ചില സ്വാർത്ഥ സ്വഭാവം കൂടി കാണാറുണ്ട്. അവനവൻ ചിന്തിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ശരിയാണെന്നും അതിൽ നിന്നും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും യാതൊരു മാറ്റമില്ലാതെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവരാണ് ഇവർ. പല കാര്യങ്ങൾക്കും ദോഷകരമാണെന്ന് അനുഭവത്തെ കൂടി മനസ്സിലാക്കി കഴിഞ്ഞാലും അതിൽ നിന്ന് പിന്തിരിയാൻ ഇവർ തയ്യാറാവുകയില്ല. എല്ലാ കാര്യത്തിലും ഒരു ദൃഢചിന്തയും ഒരു സ്വാർത്ഥ സ്വഭാവവും ഇവരിൽ കാണാവുന്നതാണ്. എന്നാലും പടിപടിയായി ഉയർന്ന് ഉയരത്തിലേക്കെത്താനും നല്ലൊരു സുഹൃത്തായി തീരാനും ഒക്കെ സാധ്യതയുണ്ടാവുന്നതാണ്. കൂടെ നിൽക്കുന്ന ആൾക്കാരെ പരിചരിക്കുമെങ്കിൽ തന്നെയും തന്നേക്കാൾ ഉയരുന്നത് അവർക്കൊരിക്കലും സഹിക്കാവുന്ന കാര്യങ്ങളല്ല. ചെറുപ്പത്തിൽ തന്നെ ചില പ്രണയബന്ധങ്ങൾ ചെന്ന് ഏർപ്പെടുകയും അത് വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്യും. എങ്കിൽ കൂടിയും വിവാഹശേഷം പങ്കാളിയോട് കൂടി ആത്മാർത്ഥത ഇവർ കാണിക്കത്തില്ല. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ പൊതുവെ സൗന്ദര്യവതികളായിരിക്കും മകീരൻ നക്ഷത്രക്കാരികൾ. അർപ്പണ മനോഭാവങ്ങളും പതിഭക്തിയും പാതിവൃത്യ സ്വഭാവവും ഒക്കെ ഉള്ളവരാണെങ്കിൽ തന്നെയും അവർ കൊടുക്കുന്ന സ്നേഹത്തിന് തത്തുല്യപരമായിരിക്കുന്ന അനുകൂല ഗുണം ഭർത്താക്കന്മാരെന്നിവർക്ക് ലഭിക്കുന്നതല്ല. നേട്ടമുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ഉപകാര സ്മരണകളോട് ചെയ്യുന്നെങ്കിൽ തന്നെയും പല കാര്യങ്ങളും സ്ത്രീകൾ ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരായിരിക്കും. നിശബ്ദമായിരിക്കുന്ന വിഷമത അനുഭവിച്ചുകൊണ്ട് അത് പ്രകടിപ്പിക്കാതെ കുടുംബജീവിതത്തിന് സന്തുഷ്ടമാക്കാൻ വേണ്ടിയിട്ട് എന്ത് പ്രവൃത്തി ചെയ്യാനും സ്ത്രീകൾ തയ്യാറാവുന്നതാണ്. ഈ ചില സ്ത്രീകൾക്ക് ചില ശാരീരിക ക്ലേശങ്ങളും ദോഷങ്ങളും രോഗങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ദാമ്പത്യം പൂർണ്ണമായിട്ട് അനുകൂലമായി തീരത്തില്ല. അതുകൊണ്ട് ഭർത്താവിനോട് കൂടി നിൽക്കുമ്പോൾ തന്നെയും ഒരു മാനസിക വിഷമം പൊതുവെ അനുഭവിക്കുന്നവരാണ് ഇവർ. പല കാര്യങ്ങളും തുറന്നു പറയുന്നെങ്കിൽ തന്നെയും അതിൽ അവനവന് ഉചിതമായ കാര്യങ്ങൾക്ക് മറച്ചു വെച്ചുകൊണ്ടായിരിക്കും സ്ത്രീകൾ പെരുമാറുക. എപ്പോഴും ഒന്നുകിൽ ഭർത്താവിനെ കൊണ്ടോ അല്ലെങ്കിൽ സന്താനങ്ങളെ കൊണ്ടോ മാനസിക പ്രയാസം ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നതാണ്. അമിതമായി സന്താനങ്ങളെ സ്നേഹിക്കുമ്പോൾ തന്നെയും സന്താനങ്ങൾക്കോ ഭർത്താവിനോ ആ അനുകൂല മനോഭാവം ഇവരോടുണ്ടാകത്തില്ല. അതുകൊണ്ടൊരു നിരാശാപൂർണ്ണമായിരിക്കുന്ന മാനസികാവസ്ഥയും കൂടിയായിരിക്കും ഇവർക്കുണ്ടാവുന്നത്. മകീര നക്ഷത്രത്തിന് 4 പാദങ്ങളുള്ളതിൽ ആദ്യത്തെ 2 പാദം ഇടവക്കൂറിലും രണ്ടും മൂന്നും 4 പാദങ്ങൾ മിഥുനക്കൂറിലുമായിട്ടുണ്ടാവുക. പൊതുവെ ഇടവക്കൂറിനേക്കാൾ കൂടുതൽ ഗുണഫലങ്ങളും ചിന്താശക്തിയും ഉത്തമ തീരുമാനങ്ങളും ഉണ്ടാകുന്നത് ബുധക്ഷേത്രമായിരിക്കുന്ന മിഥുനൻ രാശിക്കൂറിൽ ജനിക്കുന്ന മകീരക്കാർക്കായിരിക്കും. ഉന്നത വിജയം നേടുന്നതിനും നേതൃപരമായിരിക്കുന്ന കർമ്മം ചെയ്യുന്നതിനും ഇവർക്ക് സാധ്യത ഉണ്ടാവുന്നതാണ്. അലങ്കാരികമായിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും സംഗീതാദി കലകളിൽ പ്രാവീണ്യം നേടുകയും ചെയ്യുന്നവരാണിവർ. നൃത്തം, കലാപരമായ കാര്യങ്ങൾ, നോവലെഴുത്ത്, കഥകളുടെ പാരായണം ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ കേമന്മാരായിരിക്കും. പല ചിന്താഗതികളുണ്ടെങ്കിൽ തന്നെയും മിഥുനക്കൂറുകാർക്ക് ഉത്തമമായ കാര്യം മനസ്സിലാക്കി ചെയ്യാനും സന്ദർഭോചിതമായി പെരുമാറാനും അവരുടെ ചാതുര്യം ഒന്ന് വേറെ തന്നെയാണ്. കൂടുതൽ വായിക്കുകയും കാര്യം മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കത്തക്ക രീതിയിലുള്ള ജ്ഞാനം നേടുകയും ചെയ്യുന്നവരാണ് മിഥുനക്കൂറിൽ ജനിച്ച മകീര നക്ഷത്രക്കാർ. എന്നാൽ തന്നെയും പല അവസരങ്ങളിലും അവരെടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് ദുരിതപരമായി അവരെ തന്നെ ദോഷമായി ബാധിക്കുകയും അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ ഇവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ഇത് മനസ്സിലാക്കിയാലും പരിവർത്തനം ചെയ്യുന്നതിന് ഇവരെ പൊതുവെ തയ്യാറാവുകയില്ല. ആത്മാഭിമാനികളായിരിക്കും. അപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നതിനോ അവരെ ആശ്രയിക്കുന്നതിന് ഇവർ തയ്യാറാവുകയില്ല. മറ്റുള്ള ആൾക്കാർ തന്നെ ആശ്രയിക്കണം, തൻ്റെ ഉപദേശം സ്വീകരിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ കൂടിയാണ് മകീരം നക്ഷത്രക്കാർ. കുടുംബത്തിൽ എല്ലാ ആൾക്കാരെയും വളരെ സ്നേഹമായി സ്നേഹിക്കുകയും അവരോട് നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുമെങ്കിൽ തന്നെയും
കൂടപ്പുറപ്പുകളയക്കുന്ന സഹോദരന്മാരുടെ ആൾക്കാരയക്കുന്ന ആൾക്കാരോട് അല്പം വിരോധം കാണിക്കുകയും ആ വിരോധം കാലാകാലം നിലനിർത്തുകയും ചെയ്യുന്നതാണ്. ഒരു കാര്യത്തിന് വിഷമം വിചാരിച്ചു കഴിഞ്ഞാൽ, ദേഷ്യം വിചാരിച്ചു കഴിഞ്ഞാൽ ആ ദേഷ്യത്തെ അടക്കിക്കൊണ്ട് അവരുടെ സൗഹൃദ മനോഭാവം ഉണ്ടാക്കുന്നതിനും അവരോട് പല കാര്യം ക്ഷമിക്കുന്നതിനും ഇവർ തയ്യാറാവുകയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളുകൊണ്ട് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളൊക്കെയും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്നു പോകാൻ സാധ്യത ഉണ്ടാവുന്നതാണ്. നല്ല ചിന്താശക്തി ഉണ്ടെങ്കിൽ തന്നെയും മറ്റുള്ളവരോട് അത് കൂടുതൽ പങ്കുവെക്കുന്നതിന് ഇവർ തയ്യാറാവുകയില്ല. ഇവർക്ക് ജലജന്യമായ ചില രോഗങ്ങളും അതുപോലെ ജലജന്യ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും വ്യാപൃതരാണെങ്കിൽ ഉന്നത വിജയം നേടിക്കാണുന്നവരുമുണ്ട്. ഗവേഷണ രംഗത്തും അതുപോലെ തന്നെ ജലം ഉപയോഗിച്ചുള്ള കർമ്മങ്ങൾക്കും പ്രാധാന്യം ഉണ്ടാവുന്നതാണ്. ഗവേഷണ രംഗത്ത് പ്രാപ്തി ഉണ്ടാക്കുന്നതോടൊപ്പം അന്യദേശവാസം ചെയ്യുന്നതിനും അതുകൊണ്ടുള്ള ധനധാന്യ സമൃദ്ധി ഉണ്ടാക്കുന്നതിനും ഇവർക്ക് പലർക്കും സാധിക്കുന്നതാണ്. ഏകദേശം 80% ആൾക്കാർക്ക് ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ അനുകൂലമായി തീരുന്നതാണ്. എന്നാലും ജന്മസമയത്തിൻ്റെ വ്യത്യാസത അനുസരിച്ച് ചില മാറ്റങ്ങളും പാദദോഷങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളും അറിയുന്നതിനായിട്ടും താഴെ കാണിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുകയും കൂടുതൽ കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഉത്തമമായിരിക്കും. നമസ്കാരം.